ഹലോ മകളെ, +2 CBSE ഫസ്റ്റ് ചാപ്റ്ററാണ് റിവ്യൂ ഓഫ് പൈത്തൺ ബേസിക്സ്. അതിലെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ ഔട്ട്പുട്ട് ഓഫ് ദി എക്സ്പ്രഷൻ? മകളെ ഇവിടെ നോക്കാം. കൺട്രി ഇസ് ഇക്വൽ ടു ഇൻ്റർനാഷണൽ, ഇതൊരു സ്ട്രിങ് ആണ്. ഇവിടെ പറഞ്ഞേക്കാണ് പ്രിൻറ്റ് കൺട്രി ഡോട്ട് സ്പ്ലിറ്റ് എൻ. അഥവാ എന്താണ് സ്പ്ലിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? സ്പ്ലിറ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രിങ്ങിനെ ആണെങ്കിൽ സബ് സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ത്? സ്പ്ലിറ്റ് മെത്തേഡ്. അപ്പോൾ ഇവിടെ എൻ വരുമ്പോൾ സ്പ്ലിറ്റ് ആക്കാൻ പറയുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ്. ഇതിനകത്ത് എൻ വരുമ്പോൾ മാത്രം സ്പ്ലിറ്റ് ആക്കുക. നമുക്കിതിനകത്ത് എൻ വരുന്ന ഇവിടെയൊക്കെ നമുക്ക് നോക്കാം. അതാണ്ട് ഇവിടെ എൻ വരുന്നുണ്ട്, ഇവിടെ എൻ വരുന്നുണ്ട്, ഇവിടെ എൻ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സ്പ്ലിറ്റ് ആക്കി എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക? ട്യൂപ്പിളല്ല, ലിസ്റ്റിലോട്ട് കൺവേർട്ട് ആക്കുക. അപ്പോൾ ഔട്ട്പുട്ട് എപ്പോൾ ഓപ്ഷൻസ് വരുമ്പോൾ ഔട്ട്പുട്ട് എപ്പോഴും നോക്കുക അത് ലിസ്റ്റ് ആണെന്ന് നോക്കുക. ഇവിടെ ഒക്കെ ഇതിനകത്ത് ഓപ്ഷൻസ് ലിസ്റ്റ് ഏതൊക്കെയുണ്ട്? അതാണ്ട് ഇതുമുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് എന്താ മക്കളെ ഇതിനകത്ത് ഇത് വരുന്നത്? ഐക്ക് ശേഷം എൻ ഉണ്ട്. എൻ വരുമ്പോൾ സ്പ്ലിറ്റ് ആക്കി, അതാണ്ട് ഇവിടെ സ്പ്ലിറ്റ് ആയി. നെക്സ്റ്റ് എടുത്ത് നോക്കാം. TER വന്നു, അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എൻ വന്നു, എൻ വരുമ്പോൾ സ്പ്ലിറ്റ് ആക്കി. നെക്സ്റ്റ് ആണെങ്കിൽ ATI വന്നു, അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ATIO വന്നു, അത് കഴിഞ്ഞിട്ട് എൻ ഉണ്ട്, സ്പ്ലിറ്റ് ആക്കി. ലാസ്റ്റ് വൺ ഈസ് AL. ഓക്കെ, അപ്പം ഫൈനൽ എന്നുള്ള ലിസ്റ്റാണ് ഇവിടെ കൺവേർട്ടായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മക്കളെ, നാളെ വൈകുന്നേരം 7 മണിക്കാണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും ആൻസറുമായിട്ട് ഞാൻ വരുന്നുണ്ട്. ഈ 2 ചാപ്റ്റേഴ്സിൻ്റെ നമ്മുടെ ഫംഗ്ഷൻ ചാപ്റ്ററിൻ്റെയും റിവ്യൂ ഓഫ് പൈത്തൺ ബേസിക്സിൻ്റെയും. അപ്പോൾ ഒരിക്കലും ലൈവ് മറക്കല്. ഓൾ ദി ബെസ്റ്റ്.